ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീടിൻ്റെ അപ്ഡേറ്റ്സ് ആട്ടോ കാണിക്കുന്നത്. വീടിൻ്റെ പില്ലർ വെച്ച കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കണ്ണൂരുള്ള ഒരു കോൺട്രാക്ടർ ഗ്രൂപ്പിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവരായിരുന്നു ആദ്യം ചെയ്തു തുടങ്ങിയത്. പക്ഷേ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ കോൺട്രാക്ടേഴ്സിനെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള അപ്ഡേറ്റ്സും നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പില്ലറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വാർപ്പിനുള്ള തട്ടടിക്കുവാണ്. ഞങ്ങൾക്ക് വേണ്ടി കോൺട്രാക്ടേഴ്സ് ഇതുപോലെ ഒരു പ്ലൈവുഡ് പോലത്തെ ഒരു കുറേ മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് മുറിച്ചിട്ട് അതിൻ്റെ നമ്മുടെ പ്ലിന്ത് ബീമിൻ്റെയൊക്കെ ഹൈറ്റിനും വിഡ്ത്തിനും അനുസരിച്ച് അവർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണാം അതുപോലത്തെ കുറേ ബോർഡാണ് കൊണ്ടുവന്നത്. അത് നമ്മുടെ നീളത്തിനും വീതിക്കും അനുസരിച്ച് അവർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ എല്ലാം വെക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇപ്പോൾ മറ്റേ പലക അടിക്കുകയാണെങ്കിൽ ഇടയിലെല്ലാം കുറേ ഗ്യാപ്പ് വന്നിട്ട് ഈ കോൺക്രീറ്റിൻ്റെ വെള്ളമൊക്കെ പുറത്ത് പോകുമല്ലോ. അപ്പോൾ ഈ ഒരു പ്ലൈവുഡ് ഇങ്ങനെ നീളത്തിൽ വരുമ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ സ്റ്റീൽ ഷട്ടറിങ്ങും ചെയ്തിരുന്നു. അപ്പം ഈ സ്റ്റീൽ ഷട്ടറിങ്ങിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടേപ്പ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ ടേപ്പ് ഈ ഇടയിലുള്ള ഗ്യാപ്പിലെല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാർപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഈ കോൺക്രീറ്റിന് വെള്ളമൊന്നും പോവത്തില്ല. ചിലയിടത്ത് ഞാൻ ഈ പേപ്പർ വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റീൽ ഷട്ടറിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ പേപ്പറൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേറെ എന്താ ചെയ്യാന്നിങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ടേപ്പ് കിട്ടുമെന്ന് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈ 2 സ്റ്റീല് ജോയിൻ ചെയ്യുന്ന അവിടെ എല്ലാം നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനനുസരിച്ചാണല്ലോ വീട് വയ്ക്കുന്നത്. അപ്പം ഞാൻ ആ സ്ട്രക്ചറൽ ഡ്രോയിങ് ആദ്യമേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലൊന്നും ആയില്ല. ഇപ്പോൾ ഓരോന്നിലും അതിനകത്താണല്ലോ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത്. എത്രൻ്റെ കമ്പി ഇടണം, അല്ലെ 16ൻ്റെ കമ്പി എവിടേക്കാണ്, അല്ലെങ്കിൽ 12ൻ്റെ കമ്പി എവിടേക്കാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും ആ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിലാണുള്ളത്. അപ്പോൾ നമ്മൾ കോൺട്രാക്ടേഴ്സ് അത് കറക്റ്റായിട്ട് ചെയ്തോളൂ എന്ന് വിചാരിക്കാതെ നമ്മളത് ഡ്രോയിങ്ങിലുള്ളതുപോലെ തന്നെയാണോ അതിനകത്ത് കമ്പിയൊക്കെ ഇടുന്നതെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഈ വാർപ്പിന് മുമ്പ് തന്നെ നമ്മൾ സ്ട്രക്ചറൽ വരപ്പിച്ച ആൾ ഇവിടെ വന്നിട്ട് നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞൊക്കെ തന്നായിരുന്നു. ഇതെങ്ങനെയാണ് അതിനകത്ത് ആ സ്ലാബിൻ്റെ ഇത് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കമ്പിയൊക്കെ ഇടുമ്പം എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിലൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അതുപോലെ ബീമിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനകത്ത് കാണും. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണോ ചെയ്തേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചത് വാർപ്പിന് മുമ്പ് ഈ കമ്പിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മറ്റേ കെട്ട് കമ്പിയൊക്കെ ചെറിയ നൂൽക്കമ്പി വെച്ച് നമ്മളിത് കെട്ടിയൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് ചെറിയ പാർട്സൊക്കെ ഇതിനിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും അതിനകത്ത് കിടക്കാൻ പാടില്ല. അതൊക്കെ എടുത്ത് കളയണം. നമ്മൾ ഈ തട്ടൊക്കെ അടിക്കുമ്പം ഈ പലകയുടെയൊക്കെ പീസൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പ്ലൈവുഡ് മുറിച്ചതിൻ്റെ പൊടികളോ അങ്ങനെ കുറേ വേസ്റ്റ് കാണുമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ കമ്പി ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്റ്റീൽ ഷട്ടറിങ്ങിൻ്റെ മുകളിലുള്ള പൊടികളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഈ കമ്പി കെട്ടിക്കഴിഞ്ഞിട്ട് ഈ കെട്ട് കമ്പി ബൈൻഡിങ് വയേഴ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ഭാഗങ്ങൾ അവിടെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടാവണം. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനിടയിൽ നല്ല ക്ലീൻ ആയിരിക്കണം. റൂഫിന് വേണ്ടിയിട്ടുള്ള കമ്പിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കവറിംഗ് ബ്ലോക്ക് എല്ലായിടത്തും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം കവറിംഗ് ബ്ലോക്ക് വെച്ചാൽ മാത്രമേ കമ്പി അത് കറക്റ്റായിട്ട് ഈ കോൺക്രീറ്റ് ഈക്വലായിട്ട് മേളിലും താഴെയുമായിട്ട് കമ്പിക്ക് കവറിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ ഈ കമ്പി നമ്മൾ മേളിലൂടെ നടക്കുമ്പോഴൊക്കെ അങ്ങ് കമ്പി നമ്മുടെ ആ ഒരു സ്റ്റീൽ ഷട്ടറിങ്ങിനകത്തോട് ചേർന്നിരിക്കും. അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇടുമ്പോഴത്തേക്കിനും ഇതിൻ്റെ കമ്പിയുടെ മേളിലായിട്ടായിരിക്കും ഈ കോൺക്രീറ്റ് ഇരിക്കുക. അപ്പം കമ്പി കറക്റ്റ് നടുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കവറിംഗ് ബ്ലോക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ നോക്കുക കവറിംഗ് ബ്ലോക്ക് എല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. കവറിംഗ് ബ്ലോക്ക് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പി പിന്നെ കുറേ നാൾ കഴിയുമ്പം ഇങ്ങനെ തുരുമ്പിച്ച് ഈ റൂഫിലിങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ വാർപ്പിൻ്റെ അന്ന് രാവിലെ കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും എല്ലാം ചെയ്തു. അപ്പോൾ അവർ വെള്ളം ഒഴിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫുള്ള് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആദ്യത്തെ കോൺക്രീറ്റ് ഇട്ടു. അതുപോലെ നമ്മൾ ഈ സ്റ്റീൽ ഷട്ടറിങ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് കരിയോയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീഷട്ടർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇത് തട്ടിളക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഇളകി വരും. നമ്മുടെ കോൺക്രീറ്റ് ഒന്നും അതിനകത്ത് പിടിച്ചിങ്ങനെ ഇരിക്കത്തില്ല. അപ്പം നന്നായിട്ട് കരിയോയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിന് ഇടയിലുള്ള ഗ്യാപ്പിലെല്ലാം നമ്മൾ ഒരു ജോയിനിങ് ടേപ്പ് നമ്മളൊരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രൗട്ടൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഇലക്ട്രിക് ഡ്രോയിങ് എല്ലാം വരപ്പിച്ചിട്ട് നമുക്ക് എവിടേക്കാണ് ഫാനിൻ്റെ ഹുക്ക് വേണ്ടത്, അതുപോലെ ലൈറ്റിൻ്റെയൊക്കെ ഹുക്കുകളൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇലക്ട്രിക് പൈപ്പ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പൈപ്പ് എക്സ്ട്രാ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം ഈ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ചിലപ്പം ചിലതൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൈപ്പ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക് പൈപ്പ് ഇടുമ്പോഴത്തേക്കിനും അത് കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ എന്നൊക്കെ നമ്മൾ കൺഫേം ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇലക്ട്രിക് വൈബ്രേറ്ററും പെട്രോൾ വൈബ്രേറ്ററും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം കറണ്ട് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മഞ്ഞ ടേപ്പ് നമ്മുടെ സ്റ്റീൽ ഷട്ടറിങ്ങിനകത്ത് ഒട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്രൗട്ട് ഒന്നും ഒഴുകി പോയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പേപ്പർ വെക്കുന്നതിലും നല്ലത് ഇതുപോലെ ടേപ്പ് എല്ലായിടത്തും ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ഗ്രൗട്ടൊന്നും പോകത്തില്ല. അതുപോലെ കോൺക്രീറ്റിന് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള റേഷ്യോ ഒക്കെ നമ്മൾ നോക്കി ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. പിന്നെ അതുപോലെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് നല്ല വെള്ളം തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനകത്തുനിന്നും അഴുക്കും പൊടിയും ഉള്ള വെള്ളമൊന്നും എടുക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് കുഴൽക്കിണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കിണറ്റിലെ വെള്ളം തന്നെയാണ് ഇത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പം നമ്മളൊരു ഡ്രമ്മിൽ വെള്ളമൊക്കെ നേരത്തെ നിറച്ച് വെക്കുക. അപ്പം എങ്ങാനും കറണ്ട് പോകാന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരരുതല്ലോ. അപ്പം വെള്ളം നിറച്ച് വെക്കുമ്പോൾ അതിനകത്ത് പൊടിയും അഴുക്കും ഒന്നും ഇല്ലാതെ ഇരിക്കാൻ നോക്കുക. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തത് അൾട്രാടെക്കിൻ്റെ സിമൻ്റ് ആയിരുന്നു. അപ്പം ഒരുപാട് വെയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആവുന്നത് കൊണ്ട് ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ വാർക്കുന്ന സമയത്ത് അധികം ഭയങ്കര വെയിലില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് പെട്ടെന്ന് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് വാട്ടറൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തായിരുന്നു. കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റത്തെല്ലാം നമ്മളിങ്ങനെ ബണ്ട് കെട്ടിയിട്ട് 14-15 ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മേളിലോട്ടുള്ള പില്ലറിൻ്റെ അടുത്ത് പണി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വാർപ്പിൻ്റെ വീഡിയോ ആണിത്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോൺട്രാക്ട് കൊടുത്തേക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വാർപ്പിൻ്റെ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് മെറ്റലും മണലും സിമെൻറ്റും എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പകുതിയാവുമ്പം നിർത്തിയിട്ട് പിന്നെ സാധനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരരുത്. അപ്പം അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമ്മൾ താഴെ മിക്സറിൽ അവർ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റലിലും മണ്ണും ഒക്കെ എടുക്കുന്ന സമയത്ത് വേറെ അല്ലാത്ത മണ്ണൊന്നും വരാതെയും, അതുപോലെ വല്ല പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ ഈ സിമെൻറ്റിൻ്റെ കവറിൻ്റെ ഷീറ്റോ ഒന്നും ഇതിനകത്ത് പോവാതെയൊക്കെ നോക്കിക്കോണം. അതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോൺക്രീറ്റ് മിക്സ് ഒരു ഷീറ്റിലോട്ട് ഇടുന്ന സമയത്തും മണ്ണൊന്നും അതിനകത്ത് പറ്റാതെ നോക്കണം. അതുപോലെ 2 നില വീടാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ നിലയുടെ വാർപ്പിൻ്റെ സമയത്ത് ബാത്റൂം സ്ലങ്കൺ സ്ലാബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കോണം. അതായത് ബാത്റൂമിൻ്റെ ഭാഗം കുറച്ച് താഴ്ത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീടിൻ്റെ അപ്ഡേറ്റ്. ഇനിയിപ്പം കെട്ടി തുടങ്ങണം. പിന്നെ ഞങ്ങൾ സ്റ്റീലിൻ്റെ ഡോറും വിൻഡോയൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു കടയിൽ നമ്മുടെ നീളവും വീതിയും കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വിൻഡോ എല്ലാം ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രദ്ധിച്ച കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.